17 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പുൽകൃഷിയാണ് മിൽഗ്രാമിന്റെ പ്രധാന ഭക്ഷ്യസ്രോതസ്. മികച്ച ഇനം പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഈ തോട്ടം ഹരിതസാഗര തുല്യമായി മനസ്സിന് ശീതളിമ പകരുന്നു. മിൽഗ്രാമിന്റെ പരിസരത്തിന് എപ്പോഴും പുൽത്തോട്ടത്തിന്റെ കുളിർമ പകർന്നു കിട്ടുന്നുണ്ട്. പശുക്കൾക്ക് അവയുടെ തൂക്കവും പാലുൽപാദന ശേഷിയും മാനദണ്ഡമാക്കിയാണ് തീറ്റ കൊടുക്കുക. അക്കാര്യത്തിൽ അതിസൂക്ഷ്മ ശ്രദ്ധ വയ്ക്കുന്ന തൊഴിലാളികൾ ഈ ഫാമിന്റെ മുതൽക്കൂട്ടാണ്. തീറ്റയുടെ കൃത്യമായ അളവ് ഇവർക്ക് വെള്ളം പോലെ ഹൃദ്യസ്ഥം. പശുവിന്റെ ആകെ തൂക്കത്തിന്റെ 3% ആഹാരമായി പ്രതിദിനം നൽകേണ്ടത്. 300 കിലോ തൂക്കമുള്ള ഒരു പശുവിന് കൊടുക്കേണ്ടത് 9 കിലോ ആഹാരമാണ്. ഇതിൽ 6 കിലോയും പുല്ലായിരിക്കണം എന്നതാണ് മിൽഗ്രാമിന്റെ തീറ്റ നയം. 3 കിലോ മാത്രമേ കാലിത്തീറ്റ കൊടുക്കൂ. ലഭിക്കുന്ന പാലിന്റെ അളവിനനുസരിച്ച് ലിറ്റർ ഒന്നിന് 350 ഗ്രാം തീറ്റ വേറെയും കൊടുക്കാവുന്നതാണ്. പാൽ ഉൽപ്പാദിപ്പിച്ച് സംസ്കരിച്ച് വിതരണം ചെയ്യുന്നതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും മിൽഗ്രാം ഇന്ന് ശ്രദ്ധ വയ്ക്കുന്നു. ഐസ്ക്രീമാണ് ഇവിടുത്തെ പ്രധാന ഉൽപ്പന്നം. കോര ജോണിന്റെ ഭാര്യ ബിനുവിന്റെ നേതൃത്വത്തിലാണ് ഈ ഫാക്ടറി അതിന്റെ രുചി സമൃദ്ധി നേടുന്നത്. ഡെയിലി ഒരു 1000 ലിറ്റർ മിക്കവാറും ഐസ്ക്രീം അടിക്കുന്നുണ്ട് ഡെയിലി. അപ്പം എല്ലാ ഫ്ലേവറുകളും മിക്കവാറും എല്ലാ ഫ്ലേവറുകളും ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. വാനില, സ്ട്രോബെറി, പിസ്ത, അത് 40 ml തൊട്ട് 4 ലിറ്റർ വരെയാണ്. എറണാകുളം, തിരുവനന്തപുരം, അതുപോലെ മിക്കവാറും കേരളത്തിലെ ഏജൻസികൾ ഞങ്ങൾക്കുണ്ട്. ഐസ്ക്രീമിന് വേണ്ട ക്രീം എരുമപ്പാലിൽ നിന്നാണ് എടുക്കുക. വാനില, സ്ട്രോബെറി തുടങ്ങിയ വിവിധ ഇനം രുചികളിൽ തയ്യാറാക്കപ്പെടുന്ന പല വലിപ്പത്തിലും തൂക്കത്തിലും ലഭ്യമാകുന്ന ഈ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരേറെ. കേരളത്തിലുടനീളം വിപണന ശൃംഖല ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഐസ്ക്രീമിന് സാധിക്കുകയുണ്ടായി. 10 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. കാലാകാലങ്ങളിൽ പാൽ വിപണന രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനായി ഇത്തരം മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങൾ മിൽഗ്രാമിനെ സഹായിക്കുന്നു. ഐസ്ക്രീമിന് പുറമെ മോര്, സംഭാരം, ശുദ്ധതയേറിയ നെയ്യ് എന്നിവയും മിൽഗ്രാം നിർമ്മിച്ച് വിതരണം ചെയ്തു പോരുന്നു. പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി നോക്കി നടത്തുവാനായി മിൽഗ്രാമിൽ ഇപ്പോൾ 100-ലധികം ജോലിക്കാരുണ്ട്. 50-നടുത്ത് ഫ്രാഞ്ചൈസി ഫാമുകളും നിലവിലുണ്ട്. പ്രത്യക്ഷവും പരോക്ഷവുമായി 3000-ലധികം കർഷകർ ഗുണഭോക്താക്കളായിട്ടുണ്ട്. മിൽഗ്രാമിന്റെ അത്ഭുതകരമായ വളർച്ചയുടെ പടവുകളാണിവ. മിൽഗ്രാമിന്റെ സഹകർഷകരും അതിന്റെ പ്രവർത്തനത്തിൽ അങ്ങേയറ്റം സംതൃപ്തരാണ്. പാല് കറക്കുവാൻ ജീവനക്കാരെ ഏർപ്പെടുത്തുക, ഫാമിൽ വന്ന് പാല് സംഭരിക്കുക, മൃഗാശുപത്രിയുടെ സേവനം ലഭ്യമാക്കുക, സാങ്കേതിക അറിവുകൾ പകർന്നു നൽകുക എന്നിങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങൾ മിൽഗ്രാം കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. തന്നെയുമല്ല, പുതിയ പശുക്കളെ വാങ്ങുന്നതിനും മറ്റുമുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിനും മിൽഗ്രാം ഒരു മികച്ച വഴികാട്ടിയാണ്. മിൽഗ്രാമിന്റെ അനേകം സഹകർഷകരിൽ ഒരാളായ യോഹന്നാൻ ഇതിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നു. 2 പശുക്കളുമായി കാലിവളർത്തൽ തുടങ്ങിയ ഇദ്ദേഹത്തിന് ഇപ്പോൾ 26 പശുക്കളാണുള്ളത്. 200 ലിറ്റർ പാല് ദിവസേന ലഭിക്കുന്നു. തന്റെ ഫാം തുടങ്ങുന്നതിന് പോലും മിൽഗ്രാം സഹായകരമായി എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. 2 പശുവായിട്ട് തുടങ്ങി, അത് കഴിയുമ്പോൾ 4 എണ്ണമായി. നമ്മൾ അതിനുശേഷം ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ചെറിയ ലോണായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ 10 എണ്ണാക്കി. പിന്നെ അതിനുശേഷം വീണ്ടും ലോൺ തിരിച്ച് കൂട്ടിയെടുത്ത് പാലിൻ്റെ അളവുകൾ കൂട്ടി, പണിക്കാർ കൂട്ടി. അതിനുശേഷം പിന്നെയും ലോൺ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു 26 പശു വരെയും ആക്കി. ഈ 2 പശു തുടങ്ങിയപ്പോൾ മിൽഗ്രാമായിട്ടാണ് നമ്മൾ പാല് കൊടുക്കുകയും അവിടുത്തെ സഹായങ്ങൾ കിട്ടുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പണികൾ തുടങ്ങിയത്. നമുക്ക് അവരാണ് എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കറക്കാൻ വരാൻ നമുക്ക് കറവക്കാരനില്ലെങ്കിൽ അപ്പോൾ തന്നെ കമ്പനിയിൽ നിന്ന് കറവക്കാർ വിട്ട് വരും. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ തീറ്റ പശുത്തീറ്റകളൊക്കെ അവിടെ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സ, പിന്നെ അതുപോലെ പണിക്കാർ ഇല്ലെങ്കിൽ ഏറ്റവും വലുത് കറവക്കാരുടെ കാര്യമാണ്. അത് ഒക്കെ സമയങ്ങളിൽ ആളില്ലെങ്കിൽ അപ്പോൾ തന്നെ ആളെ വിട്ടു തരും. അതാണ് ഏറ്റവും വലിയ സഹായം. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് നമ്മൾ പാല് തുടങ്ങിയ ആൾ പോലും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെച്ചപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടിൽ സംതൃപ്തരായ
യോഹന്നാനെ പോലെയുള്ള അനേകം കർഷകരുടെ ആശ്രയ കേന്ദ്രമാണ് മിൽഗ്രാം എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. മിൽഗ്രാമിന്റെ സാരഥി കോര ജോണിന് പ്രതീക്ഷകളും പദ്ധതികളും ഇനിയുമേറെയുണ്ട്. ഇപ്പോഴത്തെ പൊതുവായ പാലുൽപാദന മേഖലയ്ക്ക് ഒരു ബദൽ സംവിധാനം ഇദ്ദേഹം വിഭാവനം ചെയ്യുന്നു. കർഷകരുടെ നന്മകൾ മനസ്സിൽ കണ്ട് പ്രവർത്തന മേഖലകളിൽ അതിതീവ്രത ഉൾക്കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിലേക്ക് മിൽഗ്രാമിനെ ഉയർത്തുക എന്നതാണ് ആദ്യ പദ്ധതി. അതുവഴി കർഷകർക്ക് കൂടുതൽ ലാഭം നേടാനാവും. അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ധാരാളം കർഷകരെയും പണം മുടക്കാൻ തയ്യാറുള്ള നിക്ഷേപകരെയും ഉൾപ്പെടുത്തി ഈ സ്ഥാപനത്തിന്റെ സാക്ഷാത്കാരം വിദൂരമല്ല. ഒരു പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് ഈ കൂട്ടായ്മ കൂടുതൽ സഹായിക്കുമെന്നാണ് ഇദ്ദേഹം കരുതുന്നത്. ഒന്ന്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ പണത്തിന് കൂടുതൽ ലാഭം കിട്ടത്തക്ക രീതിയിൽ അവർ മുടക്കുന്ന പണത്തിന് ഉറപ്പുവരുത്തുക. രണ്ട്, അവർ മുടക്കുന്ന പണം ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഒരു പ്രത്യേക പ്രദേശത്തെ സാമ്പത്തിക സാമൂഹിക മായിട്ടുള്ള വികസനത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ചെലവിടുക. ഫാം ടൂറിസമാണ് മറ്റൊരു പദ്ധതി. ഇപ്പോൾ തന്നെ മനോഹരമായ പുൽത്തൊടികളും കൃത്രിമ തടാകങ്ങളിലെ ഇണയരയന്നങ്ങളുമൊക്കെ കൂടി ഈ ഫാമിനെ കാണാനഴകുള്ള ഒരു മനോഹര മുറ്റമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഫാമിൽ തന്നെ ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ മനോഹര പ്രകൃതിയും സുന്ദര ഭവനങ്ങളും തീർത്തെടുത്ത് സഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള പുതിയ രീതിയിലേക്കാണ് കോര കണ്ണെറിയുന്നത്. ഫാം ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ സസൂക്ഷ്മം വിശകലനം ചെയ്യുകയാണ് പ്രതിഭാസമ്പന്നനായ ഈ ക്ഷീരകർഷകൻ. ഒരു പശുവും പശുവിൻ്റെ സങ്കല്പങ്ങളും പശുക്കളോടൊത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളോടൊക്കെ ഒരു ഫാമിൽ വന്ന് താമസിക്കുന്ന ഒരു സംഗതിയൊക്കെ പലർക്കും ഒരു സ്വപ്നമാണെന്ന്. അത് തീർച്ചയായിട്ടും അത് ഒരു ഫാം ടൂറിസം, ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു ഫാം ടൂറിസം പ്രോജക്റ്റ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. താമസിയാതെ തന്നെ അത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കേരളത്തിന്റെ പാലുൽപാദന സംഭരണ മേഖലയിൽ ഗണ്യമായ സ്ഥാനം നേടി മിൽഗ്രാം അനുദിനം വളരുകയാണ്. പാൽക്കാരുടെ ഈ ഗ്രാമം പുതിയൊരു ധവള വിപ്ലവത്തിനെ വരവേൽക്കാനൊരുങ്ങുന്നു. കോര ജോൺ എന്ന കഠിനാധ്വാനിയുടെ ചിറകിനടിയിൽ ഒരു നാടിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു. ഇത്തരം മഹത് പ്രസ്ഥാനങ്ങളാണ് ഒരു നാടിന്റെ കരുത്ത്. അവയുടെ മാതൃകാ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ടതുമാണ്. ഓരോ അകിടിൽ നിന്നും ചുരത്തപ്പെടുന്ന നറും പാല് നാഴിയും ഇടങ്ങഴിയും പിന്നൊരു പാലാഴിയുമായി മാറുന്ന കാഴ്ചയിലേക്ക് കണ്ണും നട്ടിരിക്കവേ നേരം പോയതറിഞ്ഞില്ല. മാനത്ത് സന്ധ്യ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പെയ്യുന്ന ഓരോ മഴയും പാൽമഴകളായെങ്കിൽ എന്നാശിച്ചുകൊണ്ട് പുൽമൈതാനങ്ങളെ പിന്നിട്ട് നഗരതാരാപഥം ലക്ഷ്യമാക്കി ഹരിതഭാരതം യാത്ര തുടരുകയാണ്.